നോക്കൂ, കേരളത്തിലെ പൊതുവിപണിയിൽ നിന്ന് 35,572 കോടി രൂപയും പബ്ലിക് എ സിയിൽ നിന്ന് 9,611 കോടി രൂപയും അടക്കം 52,583 കോടി രൂപ കടമെടുത്തിട്ട് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാണ്ട് വേണ്ട രീതിയിൽ കൃത്യമായി നടപ്പിലാക്കാനും കൊണ്ടു നടന്ന രാഷ്ട്രീയ സംഘടനയുടെ നേതൃത്വമാണ് കേരളത്തിലുള്ളത്. എനിക്ക് കുറച്ച് സമയം തരണം. അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞത്? വിദ്യാഭ്യാസ മേഖലകളിൽ വിദ്യാർത്ഥി സമൂഹം നേടിയെടുത്തിട്ടുള്ള അഭിമാനകരമായ നേട്ടമായിട്ടാണ് ആൾ കേരളത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തെ എടുത്തത്. ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കേരളത്തിൽ ആ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ എല്ലാം റെക്കോർഡുകളിൽ ഇരിക്കെ പറഞ്ഞ അദ്ദേഹത്തിന് എന്താ കൊടുക്കേണ്ട? പൂച്ചുണ്ട് കൊടുക്കണോ? സലീം മടവൂരിന് സർ, പാവപ്പെട്ട കുട്ടികൾ, ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ പോഷകാഹാരം കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത, കഴിവില്ലാത്ത, നട്ടലില്ലാത്ത രാഷ്ട്രീയ നേതൃത്വം ഇരിക്കുന്ന കേരളത്തിൽ നിന്നാണ് അങ്ങ് ഈ ഗീർവാണം പറയുന്നത്. പോഷക അഭിയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ആ പൈസ അംഗൻവാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ കൊടുക്കേണ്ട വിഹിതം കൃത്യമായി നിങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് വഴിമാറ്റി ചെലവാക്കി സാധാരണക്കാരൻ കൊടുത്തില്ല സാർ. ചോദ്യം ചെയ്തോ? നിങ്ങൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 148 മിടുക്കന്മാർക്ക് കഴിവില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കാശ് കൂടുതൽ കൊടുത്ത ആളുകളെ മേടിക്കുന്നു. ഇവരിടക്കിടക്ക് പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവം, അവരോട് ചേർന്ന് നിൽക്കുന്നവരുടെയൊക്കെ സ്വഭാവം. ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനം തകർത്തു. അധികാര വികേന്ദ്രീകരണവും ഡീസെൻട്രലൈസേഷൻ ഓഫ് പവറും അതിന്റെ ഭരണഘടന സ്വഭാവ ശൈലിയിലും ഒക്കെ വെച്ച് നമ്മൾ കൃത്യമായി കൊണ്ടു നടക്കുന്ന വലിയ ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ തകർത്തു. കപിൽ സിബലിന് ഇവർ കൊടുത്ത കോടികൾ, വിവിധ വക്കീലന്മാർക്ക് ഇവർ കൊടുത്ത കോടികൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവത്തെ തകർക്കുന്നതായി ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിനെതിരെ കോടതി ഇടപെടണം എന്ന് പറഞ്ഞിട്ടാണോ ഇവർ കേസ് കൊടുത്തിട്ടുള്ളത്? എന്ത് വ്യക്തതയില്ലാത്ത വാക്കുകളാണ് പറയുന്നത്. ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ കോടതിയിൽ പോയത്? അല്ല സർ, നിങ്ങൾ കരയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോന്നുമ്പോ കടമെടുത്തിട്ട് ഇവിടെ വഴിമാറ്റി ചെലവാക്കി ദൂർത്തടിക്കുന്നതിനെതിരെ കൃത്യമായി കേന്ദ്രം പറഞ്ഞ് നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയും തരാണ്ട പൈസയും കൃത്യമായി തന്നിട്ടും അതൊന്നും കൃത്യമായി ചെലവഴിക്കാതെ ദൂർത്തടിച്ച് വഴിവിട്ട് ചെലവാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ ഒരു സർക്കാർ നിലകൊണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഭാവി തലമുറയ്ക്കാതിരിക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ, വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ട് കാര്യമില്ല. സലീം മടവൂര്, സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന പാവപ്പെട്ട കുട്ടി നിങ്ങളുടെ കുടുംബത്തിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. SFI എന്ന് പറയപ്പെടുന്ന നരാധമന്മാർ, ഈ വൃത്തിഹീനന്മാർ ഒരു പയ്യനെ കൊന്ന സമയത്ത് നിങ്ങൾ അവിടെ സന്ദർശിച്ചെന്ന് അത് കഴിഞ്ഞല്ലോ നിങ്ങളുടെ രാഷ്ട്രീയം. അതാണ് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ അധപതന സ്വഭാവം എന്ന് പറയപ്പെടുന്നത്. അഭിമന്യു മരിച്ചു, നിങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഒരു സഹോദരൻ മരിച്ചുപോയി, എന്താ നിങ്ങളുടെ നേതാവ്, നിങ്ങളുടെ കേസ് എവിടെ എത്തി? ആ കൊന്നവർക്കെതിരെയുള്ള കേസ് എന്തായി? നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ മിണ്ടൂല. 2, ഈ വണ്ടിപ്പെരിയാറിലെ കുട്ടികൾ, വാളയാറിലെ കുട്ടികൾ, ശ്രീജിത്തിന്റെ കുട്ടികൾ, വരാപ്പുഴയിലെ കൊലപാതകങ്ങൾ, നിങ്ങളുടെ മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് കൈപ്പിടിച്ചുയർത്തി. എവിടെയാ കൈപ്പിടിച്ചുയർക്കുന്നത്? ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുടെ എണ്ണത്തിൽ നിങ്ങൾ കൈപ്പിടിച്ചുയർത്തി, കൊലപാതകങ്ങളിൽ നിങ്ങൾ കൈപ്പിടിച്ചുയർത്തി, സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നിങ്ങൾ കൈപ്പിടിച്ചുയർത്തി, പട്ടിണി നിങ്ങൾ കൈപ്പിടിച്ചുയർത്തി. കക്കൂസ വേണ്ടെന്ന് വാദം വെച്ചവരല്ല നിങ്ങൾ. 2,48,337 കക്കൂസുകൾ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമായിട്ട് അതിന്റെ പണവും മേടിച്ച് നടത്തിക്കൊടുത്ത നിങ്ങൾ അതിനെതിരെ ഇന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്ക് കേന്ദ്രം എവിടെയാ പൈസ കൊടുക്കാനുള്ളത്? നിങ്ങൾ സപ്ലൈകോയിൽ പോയി വലിയ വീർവാണം വെച്ചല്ലോ. ഒന്ന് സപ്ലൈകോയിൽ പോ, ഈസ്റ്ററിലേക്ക് പോ. ഇനി റംസാൻ വരെയല്ലേ, വിഷു വരെയല്ലേ? നിങ്ങളുടെ സപ്ലൈകോയിൽ എന്താ ഉള്ളത്? പരിപ്പുണ്ടോ, പയറുണ്ടോ, എണ്ണയുണ്ടോ, വെളിച്ചെണ്ണയുണ്ടോ, അരിയുണ്ടോ, പുളിയുണ്ടോ? പറ. സാധാരണക്കാരന് ആവശ്യം അതാ. അല്ലാണ്ട് ഫെഡറലിസം വെള്ളത്തിലിട്ട് വേവിച്ചാലേ വിശപ്പ് തീരില്ല സലീം മടവൂരെ. അരിയിട്ട് വേവിക്കണം. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഭാരത് റൈസ് കൊണ്ടുകൊടുത്തത്. അതുകൊണ്ടാണ് കൃത്യമായി ചെയ്തത്. നിങ്ങളുടെ സർക്കാർ റേഷൻ കടകൾ പൂട്ടുമ്പോൾ, നിങ്ങളുടെ സർക്കാർ സപ്ലൈകോ പൂട്ടുമ്പോൾ, നിങ്ങളുടെ സർക്കാർ നീതിപരമായി കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഞങ്ങളുടെ സർക്കാർ കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ജനങ്ങൾക്ക് പൈസ കൊടുത്തു. ഞങ്ങളുടെ സർക്കാർ കൃത്യമായി കർഷകന് കാശ് കൊടുക്കാൻ നിങ്ങൾക്ക് പൈസ തന്നു. നിങ്ങളെ കർഷകന് വ്യക്തമായി താങ്ങുവില കൊടുത്തില്ല. നിങ്ങളെ കർഷകൻ അവൻ കൊയ്ത്, അവൻ മെതിച്ച്, അവൻ ചാക്കിലിട്ട്, അവൻ വരമ്പത്ത് വെച്ചപ്പോ ആ 21 റുപ്യ 80 പൈസ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് പോലും നിങ്ങളുടെ വിഹിതം കൊടുക്കാൻ കഴിവില്ലാത്ത നിങ്ങൾ, 6 റുപ്യ കൊടുക്കാൻ നട്ടലില്ലാത്ത നിങ്ങൾ ആ കർഷകനെ പെരുവയിലേക്ക് വിട്ടു. KSRTC വണ്ടി ഓടിക്കുന്ന പാവപ്പെട്ടവന് ശമ്പളം കൊടുത്തില്ല. നിങ്ങൾ ക്ഷേമ പെൻഷനിൽ നിന്ന് നിങ്ങൾ പുറകോട്ട് നിൽക്കുന്നു. ഇന്നത്തെ സർക്കാർ ജോലിക്കാർക്ക് നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പൈസയില്ല.